ഹായ്. 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് എടുത്ത മിക്കവർക്കും ഒരു എയിം ഉണ്ടാവും. മെയിൻലി ഒന്നെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ, അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലേക്ക് പോവുക. അങ്ങനെ ഉദ്ദേശിക്കുന്നവരായിരിക്കും പലരും. അതിൽ തന്നെ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പഠിച്ച് നല്ലൊരു പ്ലേസ്മെൻറ്റ് വാങ്ങണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ ചിന്തിച്ച് വെച്ചവരുണ്ടാവും, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം അവരിലേക്കാണ് ശരിക്കും ഈ വീഡിയോ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളാണ്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന കോളേജസാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയും, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള കോളേജുകളാണ്, അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന കോളേജുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോളേജുകൾ മാത്രം ഇത്രയും പ്രോമിനൻ്റ് ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന എക്സ്പോഷറാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സയൻസോ റിസർച്ചോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക്, അതേപോലെ ഫീൽഡ് വിസിറ്റുകളും ഇൻറ്റേൺഷിപ്പ്, ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ജോലി കിട്ടുമോ, അല്ലേ? നമ്മൾ പറയും എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുമോ, ഇനി അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ജോലി ആയിരിക്കും കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പം സാധാരണയായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളത്തിൽ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികളെല്ലാം വന്ന് പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ സ്ഥലത്ത് വന്ന് നമ്മളെ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതലും ഈ IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരുടെ ഏറ്റവും പ്രധാന തെറ്റിദ്ധാരണയാണ്, ഞാൻ സയൻസ് എടുക്കുന്നു, സയൻസിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗിന് പോയാൽ മാത്രമേ എനിക്ക് IIT പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ. അത് മാത്രമല്ല, എഞ്ചിനീയറിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഫീൽഡുകൾ ഉണ്ടാവും. ചില IIT ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ, കൊമേഴ്സ് എടുത്തവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. +2 ശേഷം ഡയറക്റ്റ് പോകാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗിലേക്കാണ്. എഞ്ചിനീയറിംഗ് വഴി IIT എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് IIT പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണെന്ന് വെച്ചാൽ IIT തന്നെയെന്ന് പറയുമ്പം അതിൽ തന്നെ നമ്മൾ പറയും IIT ബോംബെയുടെ കാര്യം പറയും. IIT ബോംബെ ടെക്നോളജിക്കലായിട്ടും കൾച്ചറൽ എക്സ്പോഷർ വെച്ച് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പം കൾച്ചറൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് പഠിക്കുന്നു, അത് കിട്ടുന്നത് നിങ്ങൾക്കുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും IIT ബോംബെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ IIT ബോംബെയിൽ കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഏകദേശം 1612 കമ്പനികൾ അല്ലെങ്കിൽ ഓഫറുകളാണ് ശരിക്കും പല കമ്പനികളിൽ നിന്നും നമ്മുടെ സ്റ്റുഡൻസിന് പല ഫീൽഡുകളിലേക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ പഠിച്ച ഇത്ര കുട്ടികളുണ്ടെങ്കിൽ അത്രയും ഓഫറുകളാണ് ശരിക്കും അവർക്ക് അവിടെ കിട്ടിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്, അപ്പം ഈ വർഷം എത്ര വരുമാനം കിട്ടും, അല്ലെങ്കിൽ എത്രത്തോളം പാക്കേജാണ് ശരിക്കും നമുക്ക് കിട്ടുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഓൺ ആൻ ആവറേജ് അവിടെയുള്ള കൂടുതൽ കുട്ടികൾക്കും കിട്ടിയൊരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം 23 ലക്ഷത്തിനടുത്ത് സാലറിയാണ് ഒരു കുട്ടിക്കെങ്കിലും അവിടെ കിട്ടിയിട്ടുണ്ടാകും മിനിമം. അതേപോലെ തന്നെ 1 കോടിക്ക് മുകളിൽ പാക്കേജ് കിട്ടിയ ഏകദേശം 22ഓളം സ്റ്റുഡൻസ് വേറെയും ഉണ്ട്. അപ്പോൾ നമ്മുടെ പെർഫോമൻസും നമ്മുടെ സ്കില്ലും നമ്മുടെ ഇൻ്റർവ്യൂ പെർഫോമൻസും എല്ലാം അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ അവിടെ തന്നെ പല കോഴ്സുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്, നിങ്ങൾ ബാച്ചിലർ ഓഫ് ടെക്നോളജി എന്ന് പറയും, BTech ആണ് നിങ്ങളുടെ കോഴ്സ്. അതേസമയം നിങ്ങൾ സയൻസ് ആയിട്ട് റിസർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനെ BS എന്നാണ് പറയുക, ബാച്ചിലർ ഓഫ് സയൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ തന്നെ പല ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലേക്കാണ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അതേസമയം കോർ ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലോ മെക്കാനിക്കൽ റിലേറ്റഡ് ഉള്ളത്, അതിൻ്റെ കറസ്പോണ്ടിങ് എഞ്ചിനീയറിംഗ് അവിടെ ഉണ്ട്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ശരിക്കും IIT ബോംബെയിലുണ്ട്. ഇപ്പോൾ IIT ബോംബെയിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ 140 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 76 പേർക്കും പ്ലേസ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്ലേസ്മെൻറ്റ് റെക്കോർഡാണ്. അല്ലെങ്കിൽ 76 പേർക്കും ഡയറക്റ്റ്ലി അവിടെ ജോലി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളവർ ചിലപ്പം ചൂസ് ചെയ്തതാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പോയതാവാം. അങ്ങനെ പല ഇതുണ്ട്.
അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ കമ്പനികളിലെല്ലാം ഏറ്റവും കൂടുതൽ കമ്പനികൾ വന്ന് റിക്രൂട്ട് ചെയ്യുന്നത് ഈ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലേക്കാണ്. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ മാത്രമല്ല ശരിക്കും ഉള്ളത്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾക്ക് അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡാറ്റാ സയൻസ്, അതിനൊക്കെ റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ വന്നിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഇൻഡൽ, എൻവിഡിയ, അതേപോലെ ഒറാക്കിൾ, ഇങ്ങനെ പല IBM, ഇപ്പം ഇന്ത്യയിലാണ് ഇൻഫോസിസ്, കോഗ്നിസെൻ്റ് പോലെയുള്ള TCS, വെറൈറ്റി നല്ല ഡെലോയിറ്റ്, EY, ഇങ്ങനെ ഒരുപാട് കമ്പനികളാണ് ശരിക്കും ഈ കോളേജുകളിലേക്ക് വന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കോഴ്സ് എടുത്തപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്കിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റുക. അതായത് ഈ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ ഒരു ദീർഘവീക്ഷണം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഇന്ന സമയത്ത് ഞാൻ ഇന്നെ എയിം ചെയ്താൽ എനിക്ക് അതിലേക്ക് എത്താനും, എനിക്ക് പറഞ്ഞ പോലെ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ച് നല്ലൊരു പ്ലേസ്മെൻറ്റിലേക്ക് എത്താനും സാധിക്കും. നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ഇതിന് വേണ്ടിയൊക്കെ പയ്യെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എയിം നിങ്ങളതിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ താല്പര്യമുള്ളവർക്കാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഡ്രീം ഹയർ, ഡ്രീം ബെറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പയർ ചെയ്യുമ്പോൾ നിലവിൽ ഇപ്പോൾ കീം വഴിയുള്ള കോളേജുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് IIT, NIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. കേരളത്തിലുമുണ്ട്, NIT കാലിക്കറ്റ് ഉണ്ട്, കോഴിക്കോട് ഒരു NIT ഉണ്ട്, അതുപോലെ പാലക്കാട് ഒരു IIT ഉണ്ട്, അതുപോലെ കോട്ടയത്ത് ഒരു IIIT ഉണ്ട്. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന കോളേജ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ NITയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളെന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കോളേജുകളിലേക്ക് നിങ്ങൾ കൂടുതൽ എയിം ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫോക്കസ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് യു ആർ എയിമിംഗ് ഫോർ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അപ്പോൾ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങളുടെ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് ഇതിലൂടെയാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് റിസർച്ചൊക്കെ നടത്താം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടുത്തെ എന്തൊക്കെ കാണാം, എന്തൊക്കെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ IIT ബോംബെ, IIT മദ്രാസ്, IIT കാൺപൂർ, അല്ലെങ്കിൽ NIT കാലിക്കറ്റ്, NIT ട്രിച്ചി, ഇങ്ങനെയുള്ള കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് കുറച്ചുകൂടെ ബിഗ്ഗറായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ആർട്സ് റിലേറ്റഡ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആർട്സ് റിലേറ്റഡ് ആയിട്ട് പോകാം, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഓഫ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ എയിം ചെയ്യുക. പിന്നെ ഒരു കാര്യം മറക്കരുത്, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കയറണമെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതണം. അതേതാണെന്ന് അറിയാമല്ലോ, ജോയിൻ എൻട്രൻസ് എക്സാമാണ്, JEE എന്ന് പറയും. സോ ആ JEEക്ക് വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ +1 +2ൻ്റെ അതേ ടോപ്പിക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള NCERTൻ്റെ അതേ ടോപ്പിക്ക് തന്നെയാണ് ഈ പരീക്ഷയ്ക്കും വരുന്നത്. പക്ഷേ ആകെയുള്ള വ്യത്യാസം അതൊരു എൻട്രൻസ് എക്സാം ആണെന്ന് മാത്രം, കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അപ്പോൾ ഇത്ര സീറ്റുകൾ ഉണ്ടാവും, എന്നാൽ ഇത്ര കുട്ടികൾ ഉണ്ടാവും, അതിൽ ടോപ്പ് സ്കോർ കിട്ടുന്ന കുട്ടികളെ മാത്രമേ അങ്ങോട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ അറിയണം. എനിക്കിവിടെ പഠിക്കണം എന്നുള്ള താല്പര്യം മാത്രം വെച്ചാൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ JEE എക്സാമിനെ കുറിച്ചും JEE എക്സാം എങ്ങനെ എഴുതാമെന്നും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെ നടത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ സൈലത്തിലും നിങ്ങൾക്ക് 10 കഴിഞ്ഞ് നിങ്ങൾ +1 സ്റ്റാർട്ട് ചെയ്താൽ Kings 11 ബാച്ചിലൂടെ നിങ്ങൾക്ക് JEE എക്സാമിൻ്റെ കോച്ചിങ് നടത്തുന്നതാണ്. അതിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ കിങ്സ് ബാച്ച് ഉണ്ടാകും. സോ Kings 11 സൂപ്പർ കിങ്സ് പഠിച്ച് നിങ്ങൾക്ക് JEE എക്സാംസിന് ഡയറക്റ്റ്ലി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം യു ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.